നോമ്പും നോറ്റ് അള്ളാഹു തആലാന്റെ പള്ളിയിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയും നിങ്ങൾ? നീലചിത്രം. അപ്പൊ ബുർഖയും ബുർഖന്റെ ബുർഖയും ഇനിയൊന്നും കാണാനല്ല ആ രൂപത്തില്, കയ്യും കാലും മുഴുവനും മറിച്ച് കെട്ടി റെഡിയാക്കി ഭദ്രാക്കി ഒന്ന്. പക്ഷെ മുന്നിൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉപകരണത്തിലൂടെ മിന്നി മറയുന്ന ചിത്രങ്ങൾ എന്താണെന്നറിയോ സഹോദരങ്ങളെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്തിയ ഉടനെ തന്നെ ഏറ്റവും കണ്ടാൽ വെറുപ്പ് തോന്നിക്കുന്ന വിരൂപിയായ ഒരു രൂപം വന്നേക്കും. വരുമ്പോൾ കണ്ട ഉടനെ തന്നെ ഈ മനുഷ്യൻ ചോദിക്കും, ഖബറാള് ചോദിക്കും, നീ ആരാണ്? നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് വിഷമമാകുന്നുണ്ടല്ലോ, നീ ആരാണ്? അനഅമലുകൽ ഖബീസ്, ഞാൻ നിന്റെ ദുശ്ചെയ്തികളാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീ സമയം കളഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അനാവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അനാവശ്യ ദൃശ്യങ്ങൾ, അനാവശ്യ ദർശനങ്ങൾ, അനാവശ്യ ശ്രാവ്യങ്ങൾ, അതിനാണ് നീ ഏറ്റവും അധികം സമയം കളഞ്ഞത്. രാത്രി നീ കിടക്കാൻ ഒരുങ്ങുമ്പോ നിന്റെ കാതിലൊരു ഇയർഫോണ്, നീ ഒറ്റക്കാണെങ്കിൽ എന്നും കുറച്ചുകൂടി ദർശനങ്ങൾ കൂടിയുണ്ട്. അല്ല, നിന്റെ ഭാര്യയുണ്ടോ? ഭാര്യ കേൾക്കാതിരിക്കാനല്ലേ നിന്റെ കാതിലേക്ക് നീ വെക്കുന്നത്? നിന്റെ മൊബൈലിലൂടെ നീ കേൾക്കുന്ന സൗണ്ട് എന്താണ്? കേൾക്കൽ ഹറാമാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ച മ്യൂസിക്കാണ്. ഹലാലാക്കിയ, സുന്നത്താക്കിയ, ജായിസാക്കിയ ശബ്ദമല്ല, ദഫിന്റെ ശബ്ദമല്ല, മ്യൂസിക്കാണ്. അല്ലെങ്കിൽ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സെക്സാണ്. അതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് നീലചിത്രങ്ങളാണ്. അതിന്റെ മുന്നിലാണ് തപസ്സിരിക്കുന്നത്. എത്ര ആളുകളാ സഹോദരങ്ങളെ ഒരു വിഷമവും ഒരു വെറുപ്പും ഒരു നാണവും ഇല്ലാതെ മണിക്കൂറുകൾ കളയുന്നു. എത്രയോ ആളുകൾ നഊദു ബില്ലാഹ്. അങ്ങനെ സമയം കളഞ്ഞ് ശീലിച്ച ആളുകളുടെ ശീലം പള്ളിക്കകത്ത് വരെ പിടിക്കപ്പെട്ടു പോയി. എത്ര സങ്കടകരമാണ്. ഇക്കഴിഞ്ഞ റമദാനിലെ ഒരു പള്ളിയിൽ ഒരു 3-4 ചെറുപ്പക്കാർ പള്ളിയിൽ ഉച്ചക്ക് കയറി വന്നിരുന്നു. അവരാ ഇരുന്ന ഇരുത്തത്തിൽ അവരങ്ങനെ ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അവരെ കാതിലേക്ക് അവർ ഫിറ്റ് ചെയ്ത് വെച്ചത് കാതിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവരെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മൊബൈലും ഒരു ഭാഗത്തങ്ങനെ, ആ മൊബൈലും ഒരു റുക്കുവിലായി വീണുപോയി. അതിലൂടെ നടന്നു പോകുന്ന ഒരു ഉസ്താദ് ഈ രംഗം കണ്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത വെറുപ്പും വിഷമവും തോന്നി. അദ്ദേഹം വിളിച്ചു നിർത്തിയിട്ട് 3 ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? നോമ്പും നോറ്റ് അല്ലാഹു തആലാന്റെ പള്ളിയിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയും നിങ്ങൾ? നീലചിത്രം. നമ്മുടെ സമൂഹത്തിന്റെ അധപ്പതനമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ അടുത്തൊരു വിദേശയാത്രക്ക് ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ സഹോദരിമാരൊന്നും ഈ വിഷയത്തിൽ യാതൊരു വിഷയമില്ലാതെ അവരൊക്കെ നല്ല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും. അപ്പൊ ബുർഖയും ബുർഖന്റെ ബുർഖയും ഇനിയൊന്നും കാണാനല്ല ആ രൂപത്തിൽ, കയ്യും കാലും മുഴുവനും മറിച്ച് കെട്ടി റെഡിയാക്കി ഭദ്രാക്കി ഒന്ന്. നേരെ മുന്നിലെ സീറ്റിൽ ഞാൻ അത് കാണേണ്ടി വന്ന എങ്ങനെയാന്ന് വെച്ചാൽ സീറ്റ് ചാരിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റ് ചാരാതെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എണീറ്റ് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല, വിമാനത്തിഞ്ഞ് എവിടെ എണീറ്റ് പോകാനാ? നേരെ മുന്നിൽ 30 ഇരിക്കുന്നുണ്ട്, ചെറുപ്രായക്കാരായ പെണ്ണ്. ആ പെണ്ണ് കാതിലേക്കാണ് ഫിറ്റ് ചെയ്ത് വെച്ചത്, അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടി വന്നില്ല. പക്ഷെ മുന്നിൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉപകരണത്തിലൂടെ മിന്നി മറയുന്ന ചിത്രങ്ങൾ എന്താണെന്നറിയോ സഹോദരങ്ങളെ? മുസ്ലിമിന് കാണാൻ പറ്റൂല, ഒരു മുസ്ലിമായ ആണിനും പെണ്ണിനും കാണാൻ പറ്റൂല. എത്രമാത്രം മോശമാണ്. അതൊക്കെ ഹലാലായ രൂപത്തിൽ പരുവത്തിൽ കൂട്ടിയിരിക്കുകയാണ് നമ്മളെ ആൾക്കാരല്ലേ? അതിലിഞ്ഞ് ആരാ ബാക്കിയുള്ളതെന്നും കൂടി അറിയില്ല. 3 വയസ്സ് 3.5 വയസ്സാകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല മതഹിന്റെ പാട്ടൊരു കുട്ടിക്ക് ഇട്ടെടുത്താൽ കുട്ടി പറയും അത് വേണ്ട, ഞാനൊരു കോമഡിയോ ഒരു മൂവിയോ കാണട്ടെ. എത്ര വയസ്സ്? 3-3.5 ആകുമ്പോൾ. LKG ആ കുട്ടീനെ എത്തിച്ചിട്ടില്ല, അപ്പോഴേക്ക് കുട്ടി പറയാണ്. ഇത്രത്തോളം ഒരു കുട്ടി പറയുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയതെങ്ങനെ? മാതാപിതാക്കൾ മുഴുവനും മുഴുകിയത് അതിലായതുകൊണ്ടാണ്. ആ കുട്ടിയെ മുന്നിലിരുത്തിയിട്ട്, വേദിയിലിരുത്തിയിട്ട്, മട്ടത്തിലിരുത്തിയിട്ട് കാണുന്ന കാഴ്ചകൾ ഇതായപ്പോ, ഈ കുട്ടി കാണുന്നതും കേൾക്കുന്നതും ഈ കോമഡി ആയപ്പോ കുട്ടി പിന്നെ അത് ഏറ്റു പറയാൻ തുടങ്ങി, അത് പാടാൻ തുടങ്ങി, ആ ദൃശ്യങ്ങൾ എന്നെ കാണാൻ വേണ്ടി വാശി പിടിക്കാനും തുടങ്ങി. നഊദു ബില്ലാഹി മിൻ ദാലിക്. നമ്മൾ നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കണം.
മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ പേടിയോടെ കണ്ട വിഷയം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു എത്ര പ്രതിഷേധിച്ചുകൊണ്ടാണെന്നറിയോ മഹാനവറുകൾ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്, ഭക്ഷണം കഴിക്കാതെ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ജീവനുള്ള ജീവിയുടെ ഒരു ചിത്രം ചുമരിൽ പതിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട്, ജീവനുള്ള ജീവിയുടെ ഒരു ചിത്രം ചുമരിൽ പതിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കാതെ വീട് വിട്ടിറങ്ങിപ്പോയി. പ്രതിഷേധാത്മകമായിട്ട് അവരത്രത്തോളം പേടിച്ചു സൂക്ഷിച്ചതാണ്. മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടപ്പോ, വീണവിളിയുടെ ശബ്ദം കേട്ടപ്പോ കേൾക്കാത്ത ഇടം വരെ കാതുപൊത്തി നടന്ന മഹാനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മഹാനവറുകളെ കൂടെ നടക്കുന്നുണ്ട് ശിഷ്യൻ നാഫിർ റളിയല്ലാഹു അൻഹു. നാഫിർ റളിയല്ലാഹു അൻഹു ഉസ്താദ് എന്തിനാ കാതുപൊത്തിയത്? നാഫിർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അപ്പൊ ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഞാൻ കാതുപൊത്തിയത് വെറുതെ അല്ല, ഞാൻ ചെറിയ കുട്ടിയായിരിക്കും, എനിക്ക് 10 വയസ്സായിട്ടില്ല. അങ്ങനത്തെ ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ മദീനയിലൂടെ നടക്കുമ്പോൾ അന്ന് തങ്ങൾ കേട്ടു ഒരു ശബ്ദം, മുളവടി കൊണ്ട് കളിക്കുന്നൊരു ശബ്ദം. എന്താ അതിന്റെ പേര്? കോൽക്കളി. ആ കളി കളിക്കുന്നൊരു ശബ്ദം കേട്ടപ്പോ ഹബീബായ തങ്ങൾ കാതുപൊത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഹൽ സമീഅത ഷൈഅൻ, ഹൽ സമീഅത ഷൈഅൻ, വല്ലതും കേൾക്കുന്നുണ്ടോ മോനെ, വല്ലതും കേൾക്കുന്നുണ്ടോ? ഇബ്നു ഉമർ തങ്ങൾ പറയാ, ഞാൻ ഇല്ലാന്ന് പറയുന്നിടത്ത് നടന്നെത്തിയിട്ടാണ് 2 കൈയും കൊണ്ട് കൊടുത്തത്. ആരാണിത്? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണോ നമ്മൾ സിനിമയും മ്യൂസിക് കൊണ്ടൊക്കെ കളിച്ചിട്ട് ഒരു 10 റുപ്യ 20 റുപ്യ അല്ലെങ്കിൽ 5 റുപ്യ സ്വതക്ക ചെയ്തിട്ടാണ് നേടിയിട്ടെത്താന്ന് കരുതുന്നത്? നല്ല ചിന്തിക്കണം, നല്ലോണം ആലോചിക്കണം. നമ്മൾ പോയി കിടക്കാനുള്ള ഒറ്റക്കുള്ള വീട് സുഗമമായി കിട്ടണം. അതിന് ചെറിയ പണിയൊന്നും എടുത്താൽ പോരാ, നല്ലോണം മനസ്സിനെ പാകപ്പെടുത്തണം, ശരീരത്തെ പാകപ്പെടുത്തണം, ഹവയെ നന്മയിലായിട്ട് കീഴ്പ്പെടുത്തണം. ഹവക്കനുസരിച്ച് വഴിപ്പെട്ടു പോകരുത്, ഹവയുടെ കൂടപ്പിറപ്പായിട്ട് പിന്തുടർന്ന് നടക്കരുത്, പരാജയപ്പെട്ടു പോകും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. വിരൂപിയായ മനുഷ്യൻ പറയുന്നത്, ഒരുപാട് തിന്മ ചെയ്തിട്ടല്ലേ ജീവിതത്തിൽ ജീവിച്ചത്, നിന്റെ തിന്മയാണ് നിന്നെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിച്ചത്, ടൈം പാസ് നൽകിയത്, നേരം പോക്ക് നൽകിയത്. ഒറ്റക്കുള്ള സമയത്തും നിനക്ക് അലംഭാവമില്ലാതെ വീട്ടിൽ താമസിക്കാനും ഒറ്റക്ക് യാത്ര ചെയ്യാനും എവിടെ പോയിരിക്കാനും നിനക്ക് പെർമിറ്റ് തന്ന് നിന്റെ ദുശ്ചെയ്തികളാണ്. നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു എന്നെ അയച്ചതാണ്. നിന്നെ ഒറ്റക്ക് കടക്കുന്നിടത്ത് നിനക്ക് സുഖം തരരുത്. ഒറ്റക്ക് തിന്മകളെ കൊണ്ട് ദുനിയാവിൽ സുഖിച്ച ആളല്ലേ നീ, ഇവിടെ കിടന്നിട്ട് നീ ബുദ്ധിമുട്ട് അനുഭവിക്കണം. സായിലാനി വരും, അതിനുശേഷം പിന്നീട് ഞാൻ വരും. നേരത്തെ ധൈര്യസമേതം ഉത്തരം പറയാൻ വേണ്ടി പറഞ്ഞ് നല്ല രൂപം പിരിഞ്ഞു പോയതുപോലെ സായിലാനി വരും, പിന്നീട് വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ രൂപവും പോകുന്നത്. ഖബറിൽ വരുന്ന അവസ്ഥയാണിത്. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ശിക്ഷ പുറത്തേക്ക് കാണാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ, കേൾക്കാനും നമുക്ക് കഴിയില്ല. എന്തിനാണെന്നറിയോ? ആ ഒരു കഴിവല്ലാഹു നമുക്ക് തന്നിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു സെക്കൻഡ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കൂല, ഒരു ഹൈറാത്തും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. പക്ഷേ കണ്ട ചില ആളുകളുണ്ട്, കണ്ട ചില മഹാന്മാരുണ്ട്, അവർ ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിവസവും ഇസ്ലാമിക വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പ്രകാശതീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.